നിനക്ക് എന്റെയോ അല്ലെങ്കിൽ അച്ഛന്റെയോ അമ്മേന്റെയോ ഒക്കെ മനസ്സ് വായിക്കാൻ കഴിവ് കിട്ടിയ നീ എന്താ ചെയ്യാ? ആരുടെ മനസ്സ് നോക്കും? ആദ്യം ഏട്ടന്റെ, പിന്നെ അച്ഛന്റെ, അമ്മയുടെ, പിന്നെ ചിറ്റപ്പന്റെ. അപ്പോ അങ്ങനെ ഒരു മനസ്സ് നോക്കുന്ന യന്ത്രത്തെ പറ്റി ഒരാൾ അങ്ങനെ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അത് ആരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? പി നരേന്ദ്രൻ. ഏതാ കൃതി? മനസ്സറിയന്ത്രം. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മള് പി നരേന്ദ്രനായൻ തന്നെ വികൃതിരാം എന്ന കൃതിനെ പറ്റിയല്ലേ നമ്മൾ പറഞ്ഞ്? അതെ. അപ്പൊ ഇത്തവണ നമ്മൾ പറയുന്ന പുസ്തകം മനസ്സറിയന്ത്രത്തെ പറ്റിയാണ്. അതൊരു ഇല്ലത്ത് തന്നെ ഈ കഥ നടക്കുന്നത്. അതെ. ഒരു അച്ഛൻ നമ്പൂതിരി ഇങ്ങനെ ഒരു യന്ത്രം കണ്ടുപിടിക്കുന്നു, പിന്നെ ബാക്കി എല്ലാവരുടെയും മനസ്സ് നോക്കുന്നു. അങ്ങനെ അവസാനം എല്ലാവർക്കും ഈ അച്ഛൻ നമ്പൂതിരിയുടെ ദേഷ്യമാവും അല്ലെ? അതല്ല കഥ. എന്നിട്ട് ഇവരെന്തോരു രഹസ്യ പ്ലാൻ ചെയ്ത് നമ്പൂതിരി എന്നിട്ട് അതും വിഷമത്തിലായി. അതും ഒരു കുട്ടി കണ്ടുപിടിച്ചു. അത് നല്ല സൂപ്പർ ക്ലൈമാക്സ് അതിന്റെ. അപ്പൊ നമുക്ക് പറയണ്ട, അത് വായിക്കുമ്പോ ആൾക്കാർക്ക് മനസ്സിലായാൽ മതി. വായിച്ചിരിക്കേണ്ട പുസ്തകം തന്നെയാണ്. അപ്പൊ അതിൽ എന്താ വെച്ചാൽ അതെങ്ങനെയാ ഇവർക്ക് ആ യന്ത്രം കിട്ടുന്നത്? നീ വായിച്ചതല്ലേ? അതെ. അവര് എന്താ ഈ ശംഭു ഇല്ലേ, ഈ കിണറ് കുടിക്കാൻ ആൾക്കാർ വന്നിട്ട് പറയുന്നു. അപ്പോ ആൾക്കാർ വന്നിട്ട് കിണറ് കുഴിക്കുമ്പോൾ ഈ മനസ്സറിയന്ത്രം കിട്ടുന്നു. കിണറ് കുഴിക്കുന്നിടത്തുനിന്നാണ് ഇത് കിട്ടുന്നത്. അതെ. ഈ അച്ഛൻ നമ്പൂതിരി പൊതുവെ ഒരു ചൂടനല്ലേ? എല്ലാവരോടും ദേഷ്യക്കാരാണ്. പക്ഷെ ഈ ഏറ്റവും ചെറിയ കുട്ടിയല്ല സരോജിനി. അപ്പൊ അവളോട് മാത്രം അച്ഛൻ നമ്പൂതിരിക്ക് ദേഷ്യമില്ലല്ലോ. ദേഷ്യമില്ല. അപ്പൊ പിന്നെ ആ യന്ത്രം കിട്ടിയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് എടുത്തു കൊണ്ടുവരും. പക്ഷെ ആരെയും തൊടാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴും അദ്ദേഹം ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ സരോജിനിനെ മാത്രം എടുത്തു വിളിച്ചിട്ട് ഇത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ആ വീട്ടില് അമ്മാവന്റെ എങ്ങനെയാ സ്വഭാവം? എങ്ങനെയാ? പ്രധാനമായിട്ടും ചൂടനാണ്. പിന്നെ മറവിക്കാരനും. നല്ല മറവിയുള്ള ഒരാളും കൂടിയാണ് അല്ലെ? അയാള് കാര്യങ്ങൾ നോക്കി മനസ്സറിയാൻ യന്ത്രം കിട്ടുന്നതിന് മുമ്പ് അയാള് ഈ കാര്യങ്ങളൊക്കെ നോട്ട് ബുക്കിൽ എഴുതുകയായിരുന്നു. അപ്പൊ നോട്ട്ബുക്ക് പിന്നെ മനസ്സറിയന്ത്രം വന്നോട് ആവശ്യമില്ലാതായി അല്ലേ? അതെ. ഈ യന്ത്രം ആളുകളുടെ തലയിൽ വെച്ചിട്ട് കണ്ണടച്ചാല് അവർക്ക് അത് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ. അപ്പൊ ഈ കുടുംബത്തില് പലർക്കും അങ്ങനെ കൂടുതലായിട്ട് കുടുംബത്തില് കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ആരെങ്കിലും പൈസ അവിടുത്തെ കുടുക്കന്ന് കട്ടെടുക്കുന്നോ അങ്ങനത്തെ എന്തൊക്കെയായിരിക്കും കൂടുതലായിട്ട് അതിന് കണ്ടുപിടിച്ചത് അല്ലേ? അപ്പോ ആ ബുക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ട് കൊടുക്കണ്ടേ? ഇതാണ് പി നരേന്ദ്രന്റെ മനസ്സറിയന്ത്രം എന്ന് പറഞ്ഞ പുസ്തകം. അപ്പൊ ഇത് ഒരു ഇല്ലത്ത് നടക്കുന്ന കഥയാണ്. ഇതില് ഈ 2-3 കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഏത്? കൃഷ്ണൻകുട്ടി, കുട്ടിനാരായണൻ, സരോജിനി, അമ്മായി. അപ്പൊ ഇതില് ഈ കുട്ടികൾക്ക് കുട്ടിനാരായണനാണ് ഈ മനസ്സറിയന്ത്രം ഭയങ്കര പേടി. അതുകൊണ്ട് അവന് ഒരാളെന്തോ എന്തിനോ കണ്ണു കട്ടേനൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. സരോജിനി കണ്ണ് കട്ടത് അത് കൃഷ്ണൻകുട്ടിയാണ്. കൃഷ്ണൻകുട്ടി ഇതാക്കിയപ്പോ എന്താ സരോജിനിയും കൂടി പറഞ്ഞു ഞങ്ങൾ എന്തായാലും പറഞ്ഞു കൊടുക്കും. പെൻസിലും കടലാസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പെൻസിൽ കണ്ടിട്ട് പക്ഷെ കുട്ടിനാരായണൻ തീരെ പിടിച്ചില്ല. വലിയ പെൻസിൽ വേണമെന്ന് പറഞ്ഞു. അപ്പത്തേക്കും എന്താ ഇത് കണ്ടിട്ട് പൂറക്കാഷ്ടം പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എനിക്ക് ഏട്ടന്റെ വലിയ പെൻസിൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ സരോജിനി എന്താ മഞ്ഞ പേപ്പർ കിട്ടിയിട്ടു ലാസ്റ്റ് അപ്പൂപ്പനോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ എത്ര ചൂടനായാലും കുട്ടികളോട് ദയവുള്ള ആളാണ് ഈ അച്ഛൻ നമ്പൂതിരി എന്ന് പറഞ്ഞത്. അത് ഇതില് ഫസ്റ്റ് ഉള്ള സംഭവത്തിലുണ്ടല്ലോ, തിരുമധുരം വയറ്റിന് കേട്ടാണെന്ന് പറയുന്നുണ്ടെങ്കിലും കുട്ടിനാരായണൻ അടുത്ത് വിളിച്ചിട്ട് പിന്നെ അടിച്ചിട്ട് അപ്പൊ അതിലയാൾക്ക് കുറ്റബോധം ഉണ്ട്. അതുകൊണ്ട് അടിച്ചിട്ട് എന്നിട്ട് കുട്ടിനാരായണൻ എന്നിട്ട് മുഴുവൻ തിന്നിട്ട് പോയി. അതൊക്കെ ഈ ബുക്കില് വിശദമായിട്ട് പറയുന്നുണ്ട്. കുറെ നല്ല പ്ലോട്ട്സ് ഉണ്ട് അല്ലേ ഇതില്. ഇതിൽ കുട്ടികൾക്ക് എന്തൊക്കെയോ കുറെ ദേഷ്യപ്പെട്ട് വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അധിക പ്രസംഗി, മുത്തൻ കുരങ്ങൻ എന്നൊക്കെ വിളിക്കുന്ന എല്ലാ
ഇതിലുണ്ട്. മുട്ടം കുരങ്ങന്മാരെ എന്ന് കുട്ടികളെ എഴുതി കളിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓർമ്മ പിശക് അദ്ദേഹത്തിന് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഈ മത്സരയന്ത്രം വന്നോടെ എന്തായി, അത് പോയി അല്ലേ? അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മറക്കുന്ന സ്വഭാവം അയാൾക്ക് എന്താ ഈ നോട്ട് ബുക്കിൽ എഴുതിയിട്ടും ആ കഥയിൽ മറന്നു പോയൊരു കാര്യമുണ്ട്. നോട്ട് ബുക്കിൽ എഴുതിയിട്ടും അയാൾ മറന്നുപോയ കാര്യമാണ്. ശംഖു വന്നിട്ട് കിണർ കുടിക്കാൻ ആൾക്കാർ വന്നിട്ട് പറയുന്നില്ലേ, അപ്പൊ ഇയാൾ പറയുന്നുണ്ട് അതിന് ആര് ഇപ്പൊ തന്നെ കിണർ കുടിക്കാൻ ആളെ വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഇവന്റെ പുറകെ പോയി. അപ്പൊ ഈ ശംഖു ഒരു മരത്തിൽ കയറി എന്താ കരച്ചിലോട് പറയുന്നുണ്ട് എന്താ നമ്പൂതിരി വല്യമാമൻ എന്താ വല്യമാമൻ കിണർ കുടിക്കാൻ ആൾക്കാരെ ആ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്, വിളിച്ചുകൊണ്ട് വന്നത്. ഇതില് പലരുടെയും മനസ്സ് വിളിക്കാൻ നോക്കുമ്പോ അവരൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ട് അല്ലേ? ഒഴിഞ്ഞു മാറുമ്പോ എന്താ ഈ വല്യമ്മ എന്താ ഈ അപ്പികളൊക്കെ അയാളെ വല്യമാമൻ എന്നാ വിളിക്കുക അല്ലെ? ഈ വല്യമാമൻ എന്താ മാറി നിൽക്കുമ്പോ എന്തോ ഒരു സംശയം തോന്നും. അപ്പൊ ഇവരെന്തോ ഒരു ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നോക്കിയിട്ടേ കാര്യമുള്ളൂ, പറഞ്ഞിട്ട് നോക്കി കണ്ടുപിടിക്കാം. അതിന് അമ്മയോട് ഈ യന്ത്രം ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന് പറയുമ്പോഴൊക്കെ അമ്മായി പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ നേരം വിളിച്ചാൽ ആരും നോക്കണ്ട, ഞാൻ അതിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ സൂത്രത്തിൽ അദ്ദേഹം പോയി നോക്കുന്നുണ്ട്, നിർബന്ധിച്ച് നോക്കുന്നുണ്ട്. അത് എല്ലാവരുടെയും മനസ്സിലെ കള്ളങ്ങളും ഒക്കെ പൊളിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ സരോജിനിയുടെ കള്ളം എന്തായിരുന്നു? 12 പപ്പടം എടുത്ത് കട്ടു നിന്നു. പക്ഷെ അതിനൊന്നും പറഞ്ഞില്ല മാമൻ. അതെ, അതിന് മാത്രം വലിയ മാമനൊന്നും പറഞ്ഞില്ല. അതായത് വലിയ മാമനെ പക്ഷെ ഈ സരോജിനിയോട് മാത്രമാണ് എന്തോ ഒരു ഇഷ്ടമുണ്ട്. അതും ചെറിയ കുട്ടി ആയതുകൊണ്ടാണ്. ഈ മനുഷ്യന്താ എല്ലാ കുടുംബക്കാർക്കും ഒരു പ്രശ്നമായിരുന്നു, സരോജിനി ഒഴികെ. ഏട്ടാ ഈ മത്സരയന്ത്രം ഈ ഒരു സാധനം ശരിക്കും എല്ലാവരുടെ വീട്ടിലുണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ ആൾക്കാർക്ക് നുണ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു നുണയെങ്കിലും പറയാത്ത ആൾക്കാരുണ്ടാവില്ല. അതിപ്പോ എല്ലാ വീട്ടിലും ഉണ്ടാവും അങ്ങനെയുള്ള ഓരോരുത്തര്. പിന്നെ ഇതില് കുറെ നല്ല നല്ല പ്ലോട്ട്സ് ഉണ്ട് ഇതില്. അതെ, ഇത് ഒന്നില് ഒരു കഥ, ഇതിൽ 5ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പിറ്റേ ദിവസം വല്യമാമൻ എഴുന്നേറ്റ് തന്നെ മുഴുത്ത ശുണ്ടിയോടെയാണ്. കാരണമുണ്ട്, നോട്ട് പുസ്തകം കാണാനില്ല. പക്ഷേ മത്സരയന്ത്രം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് നോട്ട് പുസ്തകം നോക്കിയിട്ടേ പറ്റുള്ളൂ. പക്ഷെ മത്സരം എവിടെയാ കണ്ടറിയോ, അയാൾ ഇരിക്കുന്നുണ്ട് താഴെ നോട്ട് പുസ്തകം. ഭയങ്കര ചൂടാണ്. എന്നിട്ട് അയാൾ അത് കഴിഞ്ഞിട്ട് ചിരിച്ചു. ആ കഥയിൽ ആദ്യമായിട്ട് അയാൾ അപ്പോഴല്ലേ ചിരിക്കുന്നത്, ആ അധ്യായത്തിലല്ലേ ചിരിക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഹെഡ് മാസ്റ്റർക്ക് അയച്ചു കൊടുക്കുന്നില്ലേ ഇത്, ഈ യന്ത്രം സ്കൂളിൽ എന്തോ പിടിക്കാനായിട്ട്. അപ്പോ ഏതാണ്ട് കുറെ കുട്ടികളുടെ അപ്പോ എന്തോ, പക്ഷെ ബോർഡിൽ എന്തോ അയച്ച് കാണാനായിട്ടാണ് ഈ യന്ത്രം കൊണ്ടുവരുന്നത്. പക്ഷെ അത് മാത്രമല്ല, കുറെ കളങ്ങൾ പിന്നെയും കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ വരച്ചറിയാതെ അതൊരു ഹെഡ് മാസ്റ്ററുടെ മോനല്ലേ? ഹെഡ് മാസ്റ്ററുടെ മോനെ നോക്കുമ്പോ പറഞ്ഞു എന്റെ മോനല്ല, ഇതാണ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോ പക്ഷെ ഹെഡ് മാസ്റ്റർ എന്താ ആൾക്കാര് ഹെഡ് മാസ്റ്ററുടെ മോനെ ഒന്നും ചെയ്യില്ല പറഞ്ഞപ്പോഴത്തേക്കും, പക്ഷെ ഹെഡ് മാസ്റ്റർ മോന്റെ മനസ്സ് നോക്കി. സത്യം ഹെഡ് മാസ്റ്ററുടെ മോനെയാണോ ചെയ്തത്. അതിന് നല്ല അടിയും കിട്ടി. പിന്നെ പക്ഷെ അവസാനത്തേക്ക് ഇവര് ഒരു ഇത് ഇല്ലാതാക്കാൻ ഒരു പദ്ധതി കിട്ടുന്നുണ്ട്. അവസാനം ആരോ ഒരാൾ വേറൊരു ക്ലൂവും കൊടുക്കണ്ട, ആരോ ഒരാൾ ആ പദ്ധതിയൊക്കെ പൊളിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ കഥ വായിച്ചു തന്നെ അറിയണം. എന്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ട് ഈ ബുക്ക് വാങ്ങുന്നതാണ്. നമുക്ക് നോക്കാം. ലാസ്റ്റ് എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകം തന്നെയല്ലേ ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. വളരെ ഒരു ഇതാണ്, അത് വായിച്ചു തന്നെ നമുക്ക് വായിക്കണം. ഇപ്പൊ തന്നെ പറയുകയാണെങ്കിൽ എന്താ ഇത് വായിച്ചല്ലേ? സ്കൂളിൽ കൊടുത്താലോ വിചാരിക്കുക. നല്ല വായിക്കണ്ടല്ലേ, നല്ല പുസ്തകമാണിത്. അപ്പൊ ഇത് പുറത്തിറക്കിയ DC ബുക്സ് ആണ്. ഇത് എല്ലാരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്.
അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താണ്. എല്ലാവരും ഈ പുസ്തകം വായിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു പുസ്തകമായിട്ട്